ഇപ്പം ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു പുഴുക്കം പോലെ കേട്ടോ. നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ അല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോകുന്ന ഒരു രീതിയാണ്. എന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്, എനിക്കൊന്ന് ഈ കൂടുതലും മഴ കിട്ടിയാലാന്ന് തോന്നുന്നു ഇങ്ങനത്തെ പുഴുക്കം വരുന്നത് കേട്ടോ. കാരണം നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോൾ ആകെ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോവുക. നമ്മൾ അന്നൊരു ദിവസം വാങ്ങിച്ച പൊട്ടറ്റോ നഗറ്റ്സിൻ്റെ കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അങ്കു ഇന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തൊട്ടേ പറയാം, അമ്മ എനിക്കത് ഉണ്ടാക്കി തരുമോ എന്ന്. ഞാൻ വിചാരിച്ചു എന്തായാലും അതങ്ങ് തീർത്തേക്കാം. കുറേ നാൾ എന്തായാലും പൊട്ടിച്ചത് ആ ഫ്രീസറിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അങ്ങ് തീർത്തേക്കാമെന്ന് വെച്ചിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാടൊന്നും ഫ്രൈ ചെയ്യണ്ട കേട്ടോ. ഇത് 3 മിനിറ്റ് എന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. നമ്മൾ എണ്ണ ഒരു മീഡിയം ഒരു ചൂടാകുമ്പോഴത്തേക്ക് ഇതങ്ങ് ഇട്ട് കൊടുത്താൽ ആദ്യം മെല്ലെ മെല്ലെ കളർ മാറി വരും. അങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിള്ളേർക്കൊക്കെ പെട്ടെന്നുള്ളൊരു സ്നാക്ക്. അകത്ത് ചീസൊന്നും വെക്കാത്ത കേട്ടോ ഇത്. ചിലത് ചീസ് വെച്ചതും കിട്ടും. അങ്ങനെ അത് റെഡിയാക്കി അങ്കുവിന് കൊടുത്തു. പിന്നെ കിച്ചണിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ ഉച്ചയ്ക്ക് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു ശർമാജിയുടെ കടയിൽ നിന്ന്. അത്യാവശ്യമുള്ളതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ നമ്മുടെ ലഞ്ചിന് വന്നപ്പോൾ ഇനി വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പൊട്ടിച്ച് റെഡിയാക്കി ഇടണം. അപ്പോൾ അതേ പോഹ എന്ന് പറയുന്നത് നമ്മുടെ അവലാട്ടോ. വെള്ള അവലാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത്. മറ്റേ അവൽ ഞാൻ കണ്ടിട്ടില്ല. ഇച്ചിരി കട്ടിയുള്ള നമ്മുടെ ഉപ്മാവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ അവൽ. പിന്നെ കപ്പലണ്ടി ഉണ്ടോ, 1 കിലോ കപ്പലണ്ടി വാങ്ങിച്ചു. ഇതിന് 150 റുപ്പീസിട്ടേ ഉള്ളൂ ഇപ്പോൾ കപ്പലണ്ടിക്ക് ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തണുപ്പൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ എന്തായാലും കുറച്ച് വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചു. ഒരുപാട് ഗുണമുള്ളതല്ലേ. പിന്നെ അതേ ചുമന്ന ചീര കേട്ടോ, നമ്മുടെ അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല ശർക്കരപ്പൊടി ഈ പ്രാവശ്യം കിട്ടിയത് കേട്ടോ. ഇത് മുന്നേ ഞാനിത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് കല്ലും മണ്ണും കാര്യങ്ങളും ഒന്നും അല്ലെങ്കിലും ഇവിടുത്തെ ശർക്കരപ്പൊടിക്ക് അങ്ങനെ ഇല്ല. ഇവിടെ ചായയിലൊക്കെ ഇട്ട് കുടിക്കാനും വെറുതെ കഴിക്കാനും ഒക്കെ നമ്മുടെ ചൂർമയൊക്കെ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് നല്ല ശർക്കരപ്പൊടിയാണ്. അപ്പോൾ ഇതേ അതും ഉണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ, വിളക്കിന് മുന്നിൽ നെയ്യ് തീർന്നായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചില സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ചില സമയത്ത് ഡൗൺ ആയിരിക്കും കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല, ക്ലൈമറ്റിൻ്റെ ആണോ. വിനായക ചതുർത്ഥിയാണല്ലോ, അപ്പോൾ ഇനിയിപ്പം അതിൻ്റെ ഒരു ബഹളമായിരിക്കും നമ്മുടെ ടൗൺഷിപ്പിൽ കേട്ടോ. ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും മെയിനായിട്ട് അവിടെ ഒരു സ്റ്റേജ് ഞാൻ എല്ലാ വർഷവും കാണിക്കാറുണ്ട്. ആ പന്തലിൽ അവിടെ ഗണപതിയെ കൊണ്ട് ഇരുത്തും, ഒഴുക്കും. പിന്നെ നവരാത്രി, ദീപാവലി, അങ്ങനെ. അപ്പോൾ അതേ വൈകുന്നേരം എന്തു ഭംഗിയല്ലേ നമ്മുടെ വൈകുന്നേരം കാണാൻ. പടിഞ്ഞാറ് വശം കേട്ടോ, നമ്മുടെ കിച്ചൺ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്നതാ. എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ വരത്തില്ല. ഇന്ന് അങ്കു എന്നോട് പറഞ്ഞു, അമ്മ ആകാശം നോക്കിയേ നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അത് വീഡിയോ എടുത്ത്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൂടേ മാറി സന്തോഷമാവേ. നമുക്ക് ദേ ഒരു പൈനാപ്പിൾ നല്ല പഴുത്ത മണ്ണമായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ പപ്പായ, കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ട്, പഴവും. അപ്പം ഞാൻ എന്തായാലും കസ്റ്റേർഡിൻ്റെ ഒരു പാക്കറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, വാനില കസ്റ്റേർഡ്. അപ്പോൾ ഇവിടുത്തെ ഒരു നല്ലൊരു ബ്രാൻഡാണ് ഞാൻ എടുത്തേക്കുന്നത്. 2.5 സ്പൂൺ കസ്റ്റേർഡ് ഒരു പാത്രത്തിലോട്ടിട്ടിട്ട് തണുത്ത പാലൊഴിച്ച് കട്ടയില്ലാതെ ലൂസാക്കി നമുക്ക് എടുക്കാം. ഒട്ടും കട്ട കെട്ടാതെ വേണം നമുക്കിത് റെഡിയാക്കി വെക്കാം കേട്ടോ. അതുകൊണ്ടാണ് തണുത്ത പാലൊഴിക്കാൻ പറഞ്ഞത്. നമ്മൾ ചൂട് പാലൊഴിച്ചാൽ അത് വെന്തിട്ട് കട്ട കെട്ടിപ്പോവും. പിന്നെ ഞാൻ അല്ലാതെ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്, അതും ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിഭാഗത്ത് ചിലപ്പോൾ കസ്റ്റർഡ് ഒഴിക്കുമ്പോൾ എന്തെങ്കിലും ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും കട്ട കെട്ടി പ്രശ്നമായി കരിയും പാൽ അടിയിൽ. അതുകൊണ്ടാണ് വീണ്ടും ഇളക്കി തിളപ്പിച്ചിട്ട് നമ്മുടെ ഈ കലക്കി വെച്ച് ആ പാല് കാച്ചി വന്നതിന് ശേഷം കലക്കി വെച്ചിരുന്ന കസ്റ്റേർഡ് അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും കുറുക്കി. അപ്പോൾ പാല് കണ്ടോ ഓൾമോസ്റ്റ് വറ്റി വന്ന് കുറുകി. ഇത് നന്നായിട്ടൊന്ന് ആറട്ടെ, പാടയില്ലാതാവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാം കേട്ടോ, കുറച്ചും കൂടെ കുറുകും. അപ്പം നമ്മുടെ പൈനാപ്പിളും ചെത്തി റെഡിയാക്കി അതും പീസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പൈനാപ്പിൾ കസ്റ്റേർഡ് കഴിക്കാമല്ലോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അങ്കുദേ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അപ്പോൾ അവൻ തലേദിവസം കസ്റ്റർഡ് ഉണ്ടാക്കിയപ്പോഴേ പറഞ്ഞു, അമ്മ എനിക്ക് സ്കൂളിൽ തന്നയക്കണേന്ന്. എനിക്ക് കഷ്ടം തോന്നി കേട്ടോ. ഞാനത് കാരണം എന്തായാലും ഉച്ചയ്ക്ക് ഇന്ന് എടുക്കാമെന്ന് വെച്ചിരുന്ന രാവിലെ ഞാൻ തണുത്തതേ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ കുറുകിയിട്ട് കുറച്ച് ഞാൻ അവന് സ്കൂളിൽ കൊടുത്തു വിടുന്നുണ്ട് ഇന്ന്. അത് തണുപ്പൊക്കെ മാറുമെങ്കിൽ അവന് ഇഷ്ടമാണ്. ഇതുപോലത്തെ നമുക്ക് അമൂലിൻ്റെയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ, ഇങ്ങനെ ടെട്രാ പാക്ക് പോലെ. അതിങ്ങനെ ലൂസായിട്ട് തണുപ്പില്ലേലും ടേസ്റ്റാണ്. അപ്പോൾ അവനത് ഇഷ്ടമായിട്ടായിരിക്കും. ഞാൻ എന്തായാലും നോ പറഞ്ഞില്ല. പൈനാപ്പിൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. പൈനാപ്പിൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ആദ്യം വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ സിമ്പിളായിട്ടൊരു കുക്കർ പാത്രം പെട്ടെന്ന്, ഞാൻ അരി ഉഴുന്നൊന്നും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും രാവിലെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതാണ് കണ്ടത്. കുക്കർ വെച്ചു, എണ്ണ ഒഴിച്ചു, ജീരകം പൊട്ടിച്ചു, സവാള, തക്കാളി, പച്ചമുളക് കുറഞ്ഞേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെന്താ നമ്മുടെ കരിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കസൂരി മേത്തി, അത് അവന് ഫ്ലേവർ ഇഷ്ടമുണ്ട്, അതൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ പാസ്ത അങ്ങനെ തട്ടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്
തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഇളക്കിയെടുക്കാം. 1 കപ്പ് പാസ്തയ്ക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്ത് ഉറപ്പായിട്ട് ഒഴിച്ചിരിക്കണം കേട്ടോ, എന്നാലേ അത് വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിൽ ഞാനൊരു 3 വിസിൽ കൊടുത്തു. കുക്കറിൻ്റെ അനുസരിച്ചാണ്, കുക്കർ പ്രഷർ നിൽക്കാത്തതാണെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കാം, നല്ലതായിട്ട് നിൽക്കുന്നതാണെങ്കിൽ 1-2 വിസിൽ പെട്ടെന്ന് കിട്ടും. എന്നിട്ട് വേണമെങ്കിൽ വെള്ളം കൂടുതലാണെങ്കിൽ തിളപ്പിച്ചൊന്ന് എടുത്താലും മതി. അധികം ആവുകയാണെങ്കിൽ, കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് വേഗത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമം 1.5 ഗ്ലാസ്സെങ്കിലും ഒഴിച്ചു കൊടുക്കണമെന്ന്. എന്നിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്കാകുമ്പോൾ നല്ല റെഡി ആയിട്ടിരിക്കും. അവനിഷ്ടമായി, ഇത് നല്ല ടേസ്റ്റുമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട്. നമ്മുടെ മെക്കറോണി പാസ്ത ആയിരുന്നു. പിന്നെ ഒരു ചീസും കൂടി ഇട്ടിട്ട് വെള്ളമാക്കി അവൻ്റെ ടിഫിൻ സെറ്റ് ചെയ്തു. രാക്കയുടെ വെയിറ്റ് ലോസ് ഡ്രിങ്കും ഒഴിച്ചു വെച്ചു. പഴവും പേരും ഒക്കെ കണ്ടോ. ഇന്ന് വിനായക ചതുർത്ഥിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് മോദകം ഉണ്ടാക്കി, അല്ലെങ്കിൽ കൊഴുക്കട്ട എന്ന് പറയത്തില്ലേ, നമ്മുടെ ഗണപതിക്ക് ഇഷ്ടമുള്ള സംഭവം ഉണ്ടാക്കി എല്ലാ വർഷവും ഞാൻ വെക്കാറുള്ളതാണ്. അപ്പോൾ വെക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചിട്ട് നമ്മുടെ അരിപ്പൊടിയിൽ അത് ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ കുഴച്ച് വെക്കുന്ന പോലെ വെച്ചു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചില്ലേ നമ്മുടെ ശർക്കര, ഇത് നല്ല ക്വാളിറ്റി ശർക്കരയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇത് കിട്ടത്തില്ലെന്ന് തോന്നി, ഇവിടെ ലോക്കലായിട്ട് കിട്ടുന്ന സംഭവം. അപ്പോൾ തേങ്ങയ്ക്കകത്തോട്ട് നമ്മുടെ ആ ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഏലക്ക നമ്മുടെ ഫ്ലേവറിന് വേണ്ടി ഒന്ന് പൊട്ടിച്ച് 3-4 എണ്ണം ഇട്ട് കൊടുക്കാം, പൊടിയായാലും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ള അവൽ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ള അവൽ, ഞാൻ അതും കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് കാണിച്ചല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടില്ല നമ്മുടെ അവൽ നനയ്ക്കത്തില്ലേ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സെൻറ്ററിൽ വെക്കാനുള്ള കൂട്ടാക്കി. ചിലർ പയറൊക്കെ വെക്കും, ശരിക്കും പയർ വെക്കുന്നതാണ് മോദകം. ഞാനിപ്പോൾ കൊഴുക്കട്ട പോലെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് അത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റഫിംഗ് ഒക്കെ വെച്ച് ഈ രീതിയിൽ ഞാൻ കാണിച്ച പോലെ വെച്ചിട്ട് നമ്മുടെ ഈ സ്റ്റീമറിലാണ് നമ്മളിന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. അതെല്ലാം നിരത്തി. എനിക്ക് വലിയ കലാബോധവും വാസനയൊന്നും ഇല്ല കേട്ടോ, എങ്കിലും ഗണപതിക്ക് വെക്കേണ്ടെന്നുള്ള രീതിയിൽ കൊഴുക്കട്ടയായിട്ടല്ലാതെ ഞാൻ ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇഡലി പാത്രത്തിൽ തന്നെ ആ സംഭവം ഇറക്കി കൊടുത്തു. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ട്രേയാണ്. ഞാൻ വാങ്ങിച്ചത് കാണിച്ചായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് എന്തോ വാങ്ങിച്ചതാണ്, ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന സംഭവം. അപ്പോൾ അത് അതിനകത്തോട്ട് വെച്ചിട്ട് ആവി കയറ്റി ഒരു 30-35 മിനിറ്റ് കേട്ടോ, ഒരു 40 മിനിറ്റോളം എന്ന് പറയാം ആവി കയറി എടുത്തു. നമ്മുടെ ഗണപതി കൊഴുക്കട്ട റെഡി. ഗണപതിയുടെ മുന്നിൽ വെച്ച് കൊടുക്കാം. രാഖിക്ക് ഇന്ന് ഓഫീസ് അവധിയാണ് കേട്ടോ, പക്ഷെ അങ്കുവിന് സ്കൂളുണ്ടായിരുന്നു, അതാണ് അവന് ടിഫിന് റെഡിയാക്കി ഞാൻ കൊടുത്തു വിട്ടത്. ഗണപതിക്ക് അങ്ങനെ കൊഴുക്കട്ട, പിന്നെ ഞാൻ പേരും പഴവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ വെക്കുന്നത് നല്ലതാണെന്ന് പറയും. അങ്ങനെ ഞാൻ പഴവും നമ്മുടെ പേർ എന്ന് പറയത്തില്ലേ, അത് ഇപ്പം എനിക്ക് തോന്നുന്നു നല്ല കിട്ടുന്ന സമയമാണ്, സീസണാണ്. അപ്പോൾ സീസണലായിട്ടുള്ളത് നമുക്ക് വാങ്ങാമല്ലോ. മാങ്ങയൊക്കെ കഴിഞ്ഞു, മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ വിനായക ചതുർത്ഥിക്ക് നമ്മുടെ വിനായകന് എൻ്റെ ഒരു എന്താ പറയുക, ഗണപതിക്ക് ഇഷ്ടമുള്ള നമ്മുടെ കൊഴുക്കട്ട. ഉച്ചയ്ക്ക് ഞാൻ ബാക്കി മാവ് നമ്മുടെ കൊഴുക്കട്ടയുടെ ഉണ്ടായിരുന്നു വെച്ച് ഇടിയപ്പവും കിഴങ്ങേറി ഉണ്ടാക്കി അങ്കു വന്നപ്പോൾ കൊടുത്തു. ഞാനും രാഖി ഇന്ന് കഴിച്ച എന്തെന്നറിയാമോ, ഓൾമോസ്റ്റ് ബ്രഞ്ച് പോലെയാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ നമ്മുടെ അടദോശ, വിറ്റാമിൻ ദോശയുടെ റെസിപ്പിയും തക്കാളി ചട്നിയുടെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാവ് ബാക്കിയിരുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചുട്ട് കഴിച്ചു കേട്ടോ. ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ റെസിപ്പി ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ തക്കാളി ചട്നിയല്ല, തേങ്ങാ ചട്നിയാണ്. സിമ്പിൾ തേങ്ങയിൽ നമ്മുടെ മല്ലിയിലയും കരിവേപ്പിലയൊക്കെ അരച്ചിട്ടുള്ള ചട്നി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം സ്റ്റഫായിട്ട് കിടക്കും. അപ്പോൾ ഇതും കൊഴുക്കട്ടയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഉച്ചവരെയുള്ള ഭക്ഷണം. അങ്കുവിന് ഞാൻ പറഞ്ഞല്ലോ ബാക്കി ഇരുന്നത് ഇടിയപ്പം ഉണ്ടാക്കി, അവന് കിഴങ്ങ് കറി ഉണ്ടാക്കിയായിരുന്നു, കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതായിരുന്നു. അപ്പോൾ വിനായക ചതുർത്ഥിയുടെ കീർത്തനും കാര്യങ്ങളൊക്കെ നമ്മുടെ പന്തലിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രാർത്ഥനയും പാട്ടുമൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് നവരാത്രിയുടെയും അങ്ങനെ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ രാത്രിമുല്ലയുടെ സീസൺ ആവാറായി. ഇപ്രാവശ്യം ദിവാലി കുറച്ച് നേരത്തെയാണ്, പിന്നെ തണുപ്പ് അങ്ങനെ. അതേ നമ്മുടെ ചന്ദ്രനും സൈഡിൽ കൂടെ മരത്തിൻ്റെ ഇടയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.